നമസ്കാരം. എല്ലാവർക്കും കെ.എസ്. മെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ സ്ട്രാറ്റജിയുടെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് കെ.എസിൽ നേരത്തെ ചോദിച്ച ആ ഒരു ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ലഭിക്കും. ആ ഒരു ഭാഗത്തെ ചെറിയ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ആ ഒരു ഭാഗത്തുള്ള ഫിഗർ കൗണ്ടിങ് എന്നൊരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എങ്ങനെ കൗണ്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹൗ മെനി സ്ക്വയേഴ്സ് ആൻഡ് റെക്ടാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ബൈ എ സെറ്റ് ഓഫ് സ്ട്രെയിറ്റ് പാരലൽ ലൈൻസ് പെർപെൻഡിക്കുലർ ടു അനദർ സെറ്റ് ഓഫ് 4 പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ അന്ന് PSC ക്യാൻസൽ ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം, വരച്ച് നോക്കാം. ഇങ്ങനെ ഒരു 4 പാരലൽ ലൈൻസ് ഉണ്ട്. അതിന് പെർപെൻഡിക്കുലറായിട്ടും മറ്റൊരു 4 പാരലൽ ലൈൻസ് ഉണ്ട്. ഇതിനകത്ത് എത്ര റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇവിടെ ഓപ്ഷനിലൊന്നും നിങ്ങൾക്ക് ആൻസർ കാണാൻ വേണ്ടി പറ്റില്ല, ഇത് ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്നുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം അവസാനം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ട്രയാങ്കിൾസ് എങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം, അതുപോലെ റെക്റ്റാങ്കിൾസ് എങ്ങനെ കൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ഇതാണ്, നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിലിവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എണ്ണി നോക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ബേസ് ഒക്കെ എണ്ണി നോക്കുക. 1, 2, 3, 4. അപ്പോൾ ഇവിടെ നമുക്ക് 4 ബേസ് കാണാം. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിളിൻ്റെ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ബേസ് എണ്ണി നോക്കുക. ബേസ് എണ്ണി കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ബേസ് എത്രയാണോ അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് ട്രയാങ്കിളിൻ്റെ എണ്ണവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇതാ ഇവിടെയും അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. 1, 2, 3, 4, 5, 6. ഇവിടെ അപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഇവിടെ 6 ട്രയാങ്കിൾസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ബേസ് എണ്ണി നോക്കുക. ഈ ഒരു ടൈപ്പ് ഫിഗേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ബേസ് എണ്ണി നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഐഡിയ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് നോക്കാം, എണ്ണി നോക്കാം. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ വേണ്ടി പറ്റും, അതുപോലെ ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ കാണാൻ വേണ്ടി പറ്റും അല്ലേ. മൊത്തത്തിൽ 3 ട്രയാങ്കിൾ നമുക്ക് എണ്ണിയെടുക്കാൻ തന്നെ പറ്റും. പക്ഷേ നിങ്ങൾ ഇത് കുറച്ചുകൂടി വലിയ ട്രയാങ്കിൾസ്, കുറച്ചുകൂടി ലൈൻസ് ഇതിനിടയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഇതിപ്പോൾ നമ്മൾ ഓരോന്ന് എണ്ണിയെടുക്കുക. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ ട്രയാങ്കിൾസ് എണ്ണി. ഇനിയിപ്പോൾ 4 എന്ന് പറഞ്ഞിട്ട് വലിയ, ഇപ്പോൾ 2 ട്രയാങ്കിൾ കൂടിച്ചേരുന്ന ഒരു ട്രയാങ്കിൾ എണ്ണുകയാണ്. അപ്പോൾ 5. ഓക്കെ, ഇനി അതുപോലെ 3 ട്രയാങ്കിൾസും വരുന്ന ഒരു വലിയ ട്രയാങ്കിൾ 6. അപ്പോൾ ഇങ്ങനെ മുഴുവൻ എണ്ണിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KS പോലത്തെ ഒരു എക്സാമിന് ഇങ്ങനെ ഇരുന്ന് എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ നഷ്ടമായിരിക്കും. കാരണം എന്താണ്, ആകെ അത്രയും സമയമുള്ളൂ, ഒരുപാട് വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ പിറകിലേക്ക് പോയിട്ട് ആദ്യം ചെയ്ത ആ ക്വസ്റ്റ്യൻ എങ്ങനെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. എണ്ണാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ ബേസ് അങ്ങ് എണ്ണി നോക്കാം. ബേസ് എണ്ണി നോക്കാം. അപ്പോൾ ബേസ് എണ്ണിക്കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അതായത് ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് മാത്രമാണ് നമ്മൾ എണ്ണുന്നത്, മൊത്തം വലിയ ട്രയാങ്കിൾ അല്ല എണ്ണുന്നത്, ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ രണ്ടാമത് മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കണം, 1 + 2 എത്ര വരും, 3. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, എണ്ണി കണ്ടുപിടിച്ചില്ലേ 3 എന്ന്. ഇനി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഇവിടെയാണെങ്കിലും നമുക്ക് എത്ര ബേസ് കാണാൻ പറ്റും, 1, 2, 3. ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ 6 എന്നായിരിക്കും ഉത്തരം അല്ലേ. നമ്മൾ നേരത്തെ അതും എണ്ണി കണ്ടുപിടിച്ചതാണ്, 6 എന്ന ഉത്തരം നമ്മൾ എണ്ണി കണ്ടുപിടിച്ചതാണ്. ഇനി കുറച്ചുകൂടി വലിയ വലിയ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് മുഴുവൻ ഇരുന്ന് എണ്ണുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബേസ് എണ്ണി നോക്കാം. 2, 3, 4, 5 ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും,
ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 15 എന്ന് വരും. ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിലും സെയിം നമ്പറാണ് വരുന്നത് അല്ലേ? 1, 2, 3, 4, 5. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഇത് കൂട്ടിക്കഴിഞ്ഞാലും 15 വരും. 15 വരും. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? 15 പ്ലസ് 15 30 എന്നായിരിക്കും. 30 എന്നായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒക്കെ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. ഇവിടെ എത്ര എണ്ണം വന്നു? എല്ലാം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 1 + 2 + 3 + 4 + 5 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 എന്ന് വരും. ഇനി ഇത് മാത്രമാണോ? ഇവിടെ എന്തുണ്ട്? 1, 2, 3, 4. അതായത് 1 + 2 + 3 + 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് വരും. ഇനി ഇവിടെ ഇല്ലേ 1 + 2 + 3 എത്ര വരും? 6 എന്ന് വരും. ഇവിടെ 1 + 2 ഇവിടെ എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? ടോട്ടൽ 40 എന്ന് വരും. 21 കൂട്ടണം 10 കൂട്ടണം 6 കൂട്ടണം 3 മൊത്തം 40 ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ 40 ട്രയാങ്കിൾസും നമ്മൾ എക്സാം ഹാളിലൊക്കെ ഇരുന്നിട്ട് എണ്ണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ ട്രയാങ്കിൾസ് എങ്ങനെയാണ് എണ്ണുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ റെക്റ്റാങ്കിൾസ് എങ്ങനെ എണ്ണാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് ചെറിയ റെക്റ്റാങ്കിൾസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണി നോക്കാം, വരച്ച് നോക്കാം അല്ലേ? 1, അതുപോലെ 2, ഇത് 3, 4. അപ്പോൾ നമുക്ക് ചെറിയ റെക്റ്റാങ്കിൾസ് 4 എണ്ണം എന്ന് കാണാം. അതുപോലെ 2 റെക്റ്റാങ്കിൾസ് ചേർന്നിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ കാണാൻ വേണ്ടി പറ്റും. അതായത് 1, 2, അതുപോലെ 3, 4. അപ്പോൾ മൊത്തം നമുക്ക് 8 എണ്ണം ഇപ്പം കിട്ടി. അതിൻ്റെ കൂടെ ഏറ്റവും വലിയ ഈ മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഒരെണ്ണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മൊത്തം റെക്റ്റാങ്കിളിൻ്റെ എണ്ണം എത്രയാണ്? 9 അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതും എണ്ണി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ഈ തന്നതുപോലെ ചെറിയൊരു റെക്റ്റാങ്കിൾ ഒന്നും ആയിരിക്കില്ല തരിക. ഈ സാധനങ്ങളൊക്കെ എക്സാം ഹാളിൽ ഇരുന്നിട്ട് എണ്ണി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു ഷോർട്ട് കട്ട് കൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ ട്രയാങ്കിൾ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബേസ് എണ്ണിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉള്ള നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എണ്ണുകയാണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 3 എന്ന് വരും. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെയും 3 എന്ന് വരും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 ഗുണിക്കണം 3 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണിയപ്പോഴും എത്രയാണ് കിട്ടിയത്? 9 എന്ന് തന്നെയല്ലേ? അപ്പോൾ ഇത്രയും സമയം നഷ്ടപ്പെടുത്തണ്ട, ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3, 4, അതുപോലെ 1, 2, 3, 4. അപ്പോൾ 2 സ്ഥലത്തെയും റെക്റ്റാങ്കിൾസ് തമ്മിൽ നമ്മൾ കൂട്ടുന്നു. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 10 എന്ന് വരും. ഇവിടെ അതുപോലെ 10 എന്ന് വരും. 10 × 10 100 എന്ന് വരും അല്ലേ? ഈ 100 റെക്റ്റാങ്കിളൊക്കെ ഇരുന്ന് എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 അല്ലേ? ഇതുപോലെ 1, 2, 3, 4, 5. ഇത് മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 15 എന്ന് വരും. ഇവിടെയും 15 എന്ന് വരും. 15 ഗുണിക്കണം 15 എത്ര വരും? 225 അല്ലേ? നമുക്കറിയാം 15ൻ്റെ ഒക്കെ സ്ക്വയർ എത്രയാണെന്നുള്ളത്. ആരെങ്കിലും അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കണം ഇപ്പോഴേ തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുമല്ലോ. ഇത് ശ്രദ്ധിച്ചിട്ട് വായിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ തന്നിരിക്കുന്നതൊക്കെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. PSC തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തിരുന്നത്. അപ്പോൾ എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. KS മെൻറ്ററിൽ KSൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.